ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ മുറിച്ച് എല്ലാം ഒപ്പരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മല്ലിയില, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി വെക്കാനാണ്. മൺചട്ടിയിൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. ഞാൻ എൻ്റെ ചാനൽ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ മൺചട്ടിയിലൊക്കെ ഞാൻ എൻ്റെതായ രീതിയിൽ ഇടാൻ വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറിച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, തക്കാളി ഒക്കെ പച്ചമുളകൊക്കെ മുറിച്ച് എല്ലാം ഒപ്പൻ വെച്ചതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ ഇങ്ങനെ വാടുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉള്ളി, തക്കാളി പെട്ടെന്ന് വാടി കിട്ടുവാണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി, ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇവിടെ നിന്ന് തന്നെ ഉണ്ടായ ചപ്പാട്ടോ, നാടൻ മല്ലിച്ചപ്പാണ്. ഇത് ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മല്ലിച്ചപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചിക്കൻ കറിക്കത്തെല്ലാം ആഡ് ചെയ്യുന്നൊരു ചപ്പായത്. അപ്പോൾ നമുക്കത് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ തീയൊന്ന് ചെറുങ്ങനെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇതിലൊക്കെ ഉണ്ട്. അല്ല കുറേ പാത്രം വലിച്ചു വേണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാം ഒപ്പരം തന്നെയല്ലേ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് പാത്രം ഒരുപാട് കഴുകാനുണ്ടാവും. അതിൽ ഇതും കൂടി ഓവറാക്കിയിട്ടുണ്ടെന്ന് കരുതി ഞാനെല്ലാം ഒന്നിലിട്ടിയാണ്. എല്ലാം ഒപ്പം തന്നെയല്ലേ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വാടിയതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഒക്കെ ഇതിൽ ചേർത്തിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റ് കിട്ടും ചിക്കൻ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിൻ്റെ, മല്ലിപ്പൊടിൻ്റെ, മഞ്ഞൾപ്പൊടിൻ്റെ ഒക്കെ പച്ചമണം മാറി അത് നല്ലോണം ചട്ടി ചൂടായി വന്ന് ഇത് ചിക്കൻ നല്ലോണം പിടിച്ച്, നല്ല മസാല നല്ലോണം പിടിച്ച് കേട്ടോ. അപ്പോൾ ഇതിലിനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇവിടെ കറി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി കുറച്ച് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടൊന്ന് നോക്കാം. സൂപ്പറായി തിളച്ചിട്ടുണ്ട്. അടിപൊളി കറി, നല്ല ടേസ്റ്റിയായ കറിയാണ്. മൺചട്ടിയിൽ ചിക്കൻ കറി, മീൻ കറി ഒക്കെ വെച്ച് നല്ല അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഒന്നുകൂടി, നമ്മൾ തീ ഓഫാക്കി കഴിഞ്ഞാൽ ഇത് തനിയെ തിളക്കും. ഇതിനി ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തനിയെ തിളക്കും. അപ്പോൾ എന്നാൽ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വരാം.